ഒരു രക്ഷയില്ല. നമ്മളെ ചൊക്കമലയുടെ ചുവട്ടിലാണ് ഈ കാഴ്ച. പൊളിയല്ലേ, കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം അപ്പുറത്തായിട്ട് സൂര്യകാന്തി പൂത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഹൈ റേഞ്ചിലൊന്നും അങ്ങനെ ഈ സൂര്യകാന്തി കൃഷിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാടങ്ങളൊന്നും നിലവിലില്ല. അപ്പം ഇടുക്കി ജില്ലയിലെ ബൈസമാലി പഞ്ചായത്തിൽ മുട്ടുകാട് എന്ന സ്ഥലത്താണ് ഈ സൂര്യകാന്തി തോട്ടമുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ സൂര്യകാന്തി പൂക്കളൊക്കെ ഒന്ന് പോയി കാണുക, ആ കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് ഇറങ്ങിക്കുവാണ്. സമയം ഏകദേശം 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു കുറച്ച് രാവിലെ തന്നെ പോരെ, അപ്പോൾ പൂവൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കണേ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളും കൂടെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളത് രാജകുമാരിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോണത് നമ്മുടെ ഓട്ടോയും കൊണ്ടാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് രാജകുമാരി പഞ്ചായത്തിൽ പെടുന്ന ഖജനാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. ഈ ഖജനാപ്പാറ സിറ്റിയിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞും നമ്മുടെ മുട്ടുകാട് എന്ന ഈ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും. സ്ട്രൈറ്റ് പോയാലും നമുക്ക് വൈസമാര് റൂട്ടിൽ ചെന്നിട്ട് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുട്ടുകാട് എന്ന ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഖജനാപ്പാറ സിറ്റി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി റൈറ്റ് തിരിയാൻ പോവാം. ഇനിയിപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് അരമനപ്പാറ എന്ന് പറഞ്ഞൊരു ചെറിയ ജംഗ്ഷനിലേക്കാട്ടോ. ഇവിടെ ചെറിയ സീനായിട്ടുള്ള സ്ഥലമാട്ടോ. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞുകൊണ്ട് ചെറിയ തോതിൽ കാട്ടാനകളൊക്കെ നൈസായിട്ട് വന്ന് സാന്നിധ്യം അറിയിക്കുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ ഇത്. അപ്പോൾ ഒരുപാട് രാത്രിയിലും അതിരാവിലെ ഒന്നും യാത്ര ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കണമൊന്നുമല്ല കേട്ടോ. കാണാനൊക്കെ ചെറിയ സാധ്യതകളുണ്ട്, ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് രാവിലെയൊക്കെ കോടമഞ്ഞൊക്കെ കാണും. അപ്പോൾ നമുക്ക് വിഷ്വലൊന്നും അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ഈ ഭാഗത്തോടെയൊക്കെ ഈ 2 വീലറും കൊണ്ടൊക്കെ വരുന്ന ആളുകൾ നൈസായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ നല്ലതായിരിക്കും. ഈ സമയം നമ്മൾ മുട്ടുകാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ സിറ്റിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നൈസായിട്ട് നമ്മുടെ സൂര്യകാന്തി പൂവുകൾ പൂത്ത് നിൽക്കുമ്പോഴത്തേക്ക് പോകട്ടോ. ഈ സമയം നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ കുട്ടനാടെന്ന് അറിയപ്പെടുന്ന മുട്ടുകാട്ടിലെ സൂര്യകാന്തി തോട്ടത്തിൽ നമ്മുടെ പൂവിൻ്റെ ഭംഗിയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ നമ്മുടെ തോട്ടത്തിനകത്ത് ഇറങ്ങി സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. നല്ലൊരു അനുഭവം. ഒരു 7:30 ആയിട്ടുണ്ട് സമയം. ആളുകളൊക്കെ ഇപ്പം തന്നെ നമ്മുടെ തോട്ടത്തിക്കടയൊക്കെ ഇറങ്ങി നടക്കണേ കേട്ടോ കാണുന്നേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തേക്ക് പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ തോട്ടം കാണാൻ വരുന്നവരോട് എനിക്കൊരു സജഷൻ പറയാനുള്ളത്, നിങ്ങൾ ഈ കാണുന്ന റോഡിൽ വണ്ടി ഇട്ടിട്ട് നിങ്ങൾ ഈ ഏറ്റവും അതായത് ഫ്രണ്ടിലേക്ക് വന്നിട്ട് നോക്കിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കണ തോട്ടത്തിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പം തന്നെ അവിടെ നിന്നേച്ച് നോക്കിക്കഴിയുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. വലിയൊരു ക്വാണ്ടിറ്റി ഒന്നുമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം കാണാവുന്ന രീതിയിൽ ഉണ്ട്. ഏകദേശം ഒരു 25 സെൻറ്റൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും വരും കാലങ്ങളിൽ ഇവരിത് ഇവിടെ വ്യാപിപ്പിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ സൂര്യകാന്തി തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന കാഴ്ച കേട്ടോ ഈ കാണുന്നത്. ഒരു പ്രത്യേക ഒരു വൈബാണ്. കാരണം ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടുള്ളൂ സമയം. ആളുകളുടെ തിരക്ക് നിങ്ങൾ കണ്ടോ. സൺറൈസ് ആണെങ്കിൽ നോക്കി പൊളിയായിട്ട് നിൽക്കും. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പാടശേഖരമാണ്. പിന്നെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. മൂന്നാറൊക്കെ ആണെങ്കിൽ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മുടെ ചൊക്കമല അതുകൊണ്ട് എനിക്ക് പുറയിൽ കാണുന്നതുണ്ടോ. അപ്പോൾ മൂന്നാറിൽ നിന്നൊക്കെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നെങ്കിലൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ തോട്ടത്തിൻ്റെ നടുക്കടെയും എല്ലാ ഭാഗങ്ങളിലൂടെയൊക്കെ വഴിയുണ്ട് കേട്ടോ. വലിയ ഹൈറ്റൊന്നുമില്ല. അപ്പം നമുക്ക് ആ തൊട്ടടുത്തേക്കടെയൊക്കെ നടന്ന് കാണാനൊക്കെ പറ്റും.
സംഭവം സിംഗിളൊക്കെ ആയിട്ട് പലരുടെയും മുറ്റത്തേക്കടെയൊക്കെ നമ്മളിങ്ങനെ നിൽക്കണ കണ്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ തൊട്ടടുത്ത് കാണാനെന്നുള്ളൊരു നമ്മളങ്ങനെ പുറത്തേക്ക് പോയിട്ടില്ല, അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. കുറച്ച് പൂളൊക്കെ നശിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ഇപ്പോൾ ഇവിടെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജകുമാരി പഞ്ചായത്തിൽ, അതുപോലെ രാജക്കാട് പഞ്ചായത്തിൽ, സേനാവതി പഞ്ചായത്തിൽ, ശാന്തമ്പാറ ഈ പഞ്ചായത്തിലൊക്കെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് പൂ അത്യാവശ്യം പോയിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം വിരിഞ്ഞതായിരിക്കും. വലിയ ഹൈറ്റൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടുള്ളത് പൂ വലിയ വലിപ്പത്തിലും പിന്നെ നല്ല ഹൈറ്റൊക്കെ ഉള്ളതുണ്ട്. വലിയ ഹൈറ്റൊന്നുമില്ല സംഭവം കാണാനായിട്ട്. ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നടക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കാഴ്ച കാണാനൊക്കെ ആണെങ്കിലും നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന ആൾക്കാരൊക്കെ ഏകദേശം ഒരു 8 മണിയോട് കൂടി ഇവിടെ വരാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ വെയിലൊന്നും ഇല്ലാത്ത രീതിക്ക് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകാനായിട്ട് പറ്റും. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബാട്ടോ ഗൈസ്. കിട്ടിലൻ ഐഡിയ ആയിപ്പോയി എന്താണെങ്കിലും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹൈ റേഞ്ചിൻ്റെ കുട്ടനാട് എന്നാണ് ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം ഹൈ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ പാടശേഖരങ്ങളുള്ള ഒരു സ്ഥലമാണിത്. അപ്പം വെള്ളത്തിൻ്റെയൊക്കെ ഒരു ലഭ്യതക്കുറവ് കൊണ്ട് ഇവർ നെൽകൃഷിയൊക്കെ ഏകദേശം നിർത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ഈ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ വരും നാളുകളിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്താണെങ്കിലും ഒരു പുതിയൊരു അനുഭവമാണ്. ഇങ്ങനെയുള്ളൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണണമെങ്കിൽ കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്ത് വേണ്ടി വരും, അത് ആസ്വദിക്കാനും കാണാനൊക്കെ ആയിട്ട്. മോനെ ഒരു രക്ഷയില്ല. പൊള്ളി എന്ന് പറഞ്ഞാൽ പൊള്ളി, കിട്ടില്ല. നമുക്ക് ഇവിടെ വേറെ ആരും നമ്മളെ ചോദ്യം ചെയ്യാനൊന്നുമില്ല കേട്ടോ. നമ്മൾ വരുന്നു, ഈ ചെടികൾക്കൊന്നും വലിയ കേടുപാടുകളൊന്നും വരുത്താണ്ട് നമുക്കിതിൻ്റെ ഇടക്കോടെയൊക്കെ ഇറങ്ങി നടന്ന് നമുക്ക് തൊട്ടടുത്തേക്കടെയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. ഒരൊറ്റ ചെടി പോലും ഒടിഞ്ഞു കിടക്കുമോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് കേടുപാട് വരുമോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം വരുന്ന ആളുകളും അതൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പൂവുകൾ പറിക്കാണ്ടും ചെടികൾ അറിയാണ്ടൊക്കെ ചവിട്ടി ഓടിക്കാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ആളുകൾക്കും ഇതിൻ്റെയൊക്കെ ആ ഒരു മനോഹാരിത ആസ്വദിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത്, ഈ ചൂടൊക്കെയാണല്ലോ, അപ്പോൾ ഈ വാട്ടർ ബോട്ടിലുകൾ അങ്ങനെ വേസ്റ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും കൊണ്ട് ഇവിടെ ഒന്നും ഇടാണ്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണേലും നമ്മുടെ സൂര്യകാന്തി പാടത്ത് ഒരുപാട് ആളുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പ്രമോഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാംബുഡേയിൽ നിന്നാണ്, ഹോം സ്റ്റേ റിസോർട്ട് എന്തോ ആണ്. അപ്പം ഒന്ന് ഫോളോ ചെയ്ത് തരാം കേട്ടോ. നമ്മൾ ഈ തോട്ടത്തിൽക്കൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ മൂളിച്ചുണ്ട് കേട്ടോ. അതിന് കാരണക്കാരാരെന്നറിയോ? ഇത് കണ്ടോ, ഇവന്മാരുടെ കൽക്കണ്ട കനിയായത്. ഇത് കണ്ടോ. എന്താണേലും നമ്മുടെ തേനീച്ചക്കുട്ടന്മാർക്കൊരു ചാകര തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഓരോന്നൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വരുന്നവരെ അതും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിറച്ച് ഈച്ചകളുണ്ട്. അപ്പം നല്ല രീതിയിൽ ഈച്ചകളുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, കൊത്ത് കിട്ടാണ്ടിരിക്കാൻ. എന്താണെങ്കിലും നമ്മുടെ മുട്ടുകാട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച ഒരുക്കിയ നമ്മുടെ ആ ചേട്ടൻ ഒരുപാട് താങ്ക്സ്. നമ്മുടെ ഹൈ റേഞ്ചിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ച ഒരുക്കിയതിന്. ഞാനിപ്പം നമ്മുടെ സൂര്യകാന്തി പാടത്തിനടുത്തുള്ളൊരു ചെറിയൊരു ടീ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കടയിലെ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എന്താ പേര്? നമുക്കിവിടെ ഇപ്പോൾ ഈ സൂര്യകാന്തി പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് എത്ര നാളായി? ആണല്ലേ. തിരക്കൊക്കെ എങ്ങനെയുണ്ട്? ആണല്ലേ. നമ്മുടെ ഇത് പാട്ടത്തിനടുത്ത് ചെയ്താന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ആ ചേട്ടൻ്റെ ഡീറ്റെയിൽ.
ആണല്ലേ, അത് ബോർഡ് അവിടെ കണ്ടായിരുന്നു. ചേട്ടനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ആണല്ലേ, എനിക്ക് പറഞ്ഞാൽ ടൂറിസത്തിന് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗ്ഗമാണ്. 6 മാസം കാട് അങ്ങനെ വെറുതെ എടുക്കുക. ആണല്ലേ, അപ്പം ആ സമയത്ത് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ശരി. ആണല്ലേ. ചേട്ടനിപ്പോൾ ഇവിടെ ഈ കടയൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോൾ 2 കൊല്ലമായി. ആണല്ലേ. അത്യാവശ്യം ഇപ്പോൾ ഈ നമ്മുടെ ഈ സൂര്യകാന്തി പാടം ഇങ്ങനെ പൂത്തതിന് ശേഷമൊക്കെ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞേ. ഇവിടെ ഇഷ്ടംപോലെ ആളല്ലേ. ആണല്ലേ, ഇത്രയും ദിവസം കൊണ്ട് ഒരു 10,000 പേരെങ്കിലും വന്നിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ ഈ ശരിക്കും ആ ചേട്ടൻ ഫ്രീ ആയിട്ട് കിട്ടും. ആണല്ലേ. അപ്പം ആ ചേട്ടന് നല്ല എക്സ്പെൻസും വന്നിട്ടുണ്ട്. ആണല്ലേ. എന്താണെങ്കിലും നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെങ്കിലും നമ്മുടെ ഈ ഹൈ റേഞ്ച് മേഖലയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു അനുഭവമാണ്. ഏറ്റവും കൂടുതൽ നന്ദി ആ ജിജോനോടാണ്. അതെ 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 അതെ. റോഡിന്റെ സൈഡിൽ ചെടി വെച്ച് പിടിപ്പിച്ച് നിങ്ങൾക്ക് കാണാം. അതെ അതെ, ചോളം കൃഷി ചെയ്തിട്ടുണ്ട്. ആണല്ലേ. എല്ലാം ആ ചേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം. അതെ അതെ അതെ. എന്താണെങ്കിലും അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എന്നാൽ പോലും പുള്ളി ഇത് ഒരു പാസോ മറ്റു കാര്യങ്ങളൊന്നും കൂടാണ്ടാണ് ഇപ്പോൾ തുറന്നു കൊടുത്തേക്കുന്നത്. എന്താണെങ്കിലും നല്ലൊരു കാര്യമാണ്. ഓക്കെ, 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരുടെ തിരക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. കേസ് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.